ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊരു സ്ഥലം വരെ പോവുകയെന്ന് അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ തമ്മിൽ കണ്ടിട്ട് എടുത്തേക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊരിക്കേക്ക് എൻ്റെ 2 കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഈ ചൂട് സമയത്ത് ചൂടോടെ എടുത്ത തീരുമാനമായിരുന്നു വിസ്മയം പോവാന്ന്. പ്ലാനാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് സക്സസ് ആവാനാണ് ഏറ്റവും വലിയ പണി. അങ്ങനെ അവർ വന്ന മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായതാണ് വിസ്മയ പോകണോ വേണ്ടേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് രാവിലെ 6 മണിയായിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുത്ത് ഏതായാലും പോവാ പറഞ്ഞിട്ട്. കാരണം ഇങ്ങനത്തെ ഒരു അവസരം എന്തായാലും എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് പൊരിക്കുന്ന ഇറങ്ങി. എന്നിട്ട് കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് അവിടുന്ന് കണ്ണൂർ ബസ്സിൽ കയറാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഏടെ ഇറങ്ങേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കണ്ടക്ടറിനോട് ചോദിച്ചു വിസ്മയ പോകാൻ വേണ്ടി എവിടെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ കണ്ടക്ടറാന്ന് പറഞ്ഞ് ധർമ്മശാലയിൽ ഇറങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ധർമ്മശാലയിലോട്ട് ടിക്കറ്റ് എടുത്തു. അതിനിടെ ഈ മൂന്നമ്മ എന്താക്കി നൈസായിട്ടൊന്ന് ഒഴിവാക്കി. കാരണം ഈ ചൂടത്തും വെയിലത്തോനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ന്യൂഷനിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ധർമ്മശാലയിൽ ഇറങ്ങി. തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു ധർമ്മശാല. എന്നിട്ട് ഫസ്റ്റ് ഇറങ്ങിയ അവിടെ നമ്മൾ പോയതൊരു ചെറിയൊരു കുൾബാറിലാണ്. എന്നിട്ട് അവിടെ നിന്ന് ജ്യൂസൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു പപ്സും കൂടി വാങ്ങി. എന്നിട്ട് അതും കൂടി കഴിച്ചിട്ടൊരു ഓട്ടോ ഓടിച്ചിട്ടാണ് നമ്മൾ നേരെ വിസ്മയിലോട്ട് പോയത്. ഇഷ്ടംപോലെ ബസ്സൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് നമ്മൾ ഓട്ടോ ചൂസ് ചെയ്തത്. അപ്പം ഇവിടുന്ന് ഈ ധർമ്മശാലയിൽ നിന്ന് വിസ്മയിലോട്ട് ഓട്ടോറിക്ഷയ്ക്ക് ആകെ ഒരു 80 റുപ്പീസേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വിസ്മയ എത്തി. നമ്മളൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ ഇത് പോയത് തന്നെ. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് 4 ആൾക്കും കൂടി ടിക്കറ്റ് ആയത് 3000 സംതിങ് ആണ്. അതോടൊപ്പം നമുക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഫില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്തു. നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പിടാണ്ട് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല, കാരണം അത്രയ്ക്കും പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൈഡ് ഇതായിട്ടായിരുന്നു. അപ്പോൾ ഈ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയ മാഗ്നസ് റൈഡിലാണ്. ഇതിൽ ഞാൻ ഇരുന്നിട്ടില്ല, അവർ 2 ആൾ ഇരുന്നിരുന്നു. പിന്നെ നമ്മൾ പോയത് 3Dയിലാണ്. 3D എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു നോർമൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഇത്ര പോരെ ആയിട്ടാകുമ്പോഴത്തേക്കിന് നല്ല ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മോര് വാങ്ങി. അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പിന്നെയാണ് ഈ ട്രെയിൻ കണ്ടത്. വെറുതെ ഒരു രസം എന്നല്ലേ പറഞ്ഞിട്ട് ട്രെയിനിലിരുന്ന് അത്രമേൽ ഇരിക്കേണ്ട ഒന്നാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല, നമ്മൾ വെറുതെ ഇരുന്നതാണ്. വിസ്മയ അറിയുന്നത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, പണ്ടത്തെ എന്താണോ അത് തന്നെയാണ്. പിന്നെ 2-3 റൈഡ്സൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും, അതല്ലാണ്ട് ബാക്കിയെല്ലാം സെയിമാണ്. പക്ഷെ നമ്മൾ പോകുന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരാം. കാരണം എന്നാൽ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരേ വൈബാണെങ്കിൽ നമ്മൾ പോയത് അത് വിസ്മയാണെങ്കിലും വേറെ ഏത് വാട്ടത്തെയും പാർക്കിൽ പോയാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രസമായി തോന്നില്ല. പക്ഷെ നമ്മൾ 3 ആൾ നല്ലോണം എൻജോയ് ചെയ്തു. ഈ ചൂട് സമയത്ത് ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ അറിയുന്നത് ഒരു നല്ലൊരു രസമാണ് കേട്ടോ. നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എണീക്കാൻ തോന്നില്ല. അങ്ങനെ 2 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചോറും സാമ്പാറും അങ്ങനെ കുറച്ച് കറികളായിട്ടുള്ളൊരു ഫുഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഒരു 3-4-5 വട്ടം വരെ ഈ റൈഡിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടാകും. അത്രയ്ക്കും നമുക്ക് രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഇരുന്നപ്പോൾ ഇതുപോലെ ഒന്ന് നടുക്കെത്തിയിട്ടാകുമ്പോൾ അതൊന്ന് സ്റ്റോപ്പായി. കാരണം അതിലിരുന്ന് ആർക്കും നല്ല വെയിറ്റ് ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതേ കയറി. അങ്ങനെ നമ്മൾ ഒരു 4-5-6 പ്രാവശ്യമെങ്കിലും അതിൽ ഇരുന്നിട്ടുണ്ടാവും. പിന്നെ ഉമ്മാക്കും കൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇട്ടിട്ട് പറഞ്ഞിട്ട് ഉമ്മാനും കൂടി ഇരുത്തി. പിന്നെ അവിടെ ഉള്ള എല്ലാത്തിലും നമ്മൾ കയറിന്, ഓരോന്നിലും കയറുക ഇറങ്ങുക അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടായിന്. നമ്മുടെ ഏറ്റവും അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ കറക്റ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടാണ്. അപ്പോൾ കാണാതാ ഈ ഒരു കാസർഗോഡ് ബസ് വന്നത്. പക്ഷെ അതിൽ നല്ല തിരക്കേനു. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ടില്ല. പിന്നീട് നമുക്ക് കിട്ടിയ ബസ് 7 മണിക്കാണ്. അങ്ങനെ പിന്നെ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ ഒരു 9 മണിയായി. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ലൊലിനോയിൽ കയറി. പാനിപ്പൂരി, ബർഗർ, പാസ്ത, പിന്നെ ചിക്കൻ സ്റ്റൂ, ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.